ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സായുധ വർഗീയ കലാപമായിരുന്നു മണിപ്പൂരിൽ 2023 അരങ്ങേറി ഏതാനും മാസങ്ങൾ അതിഭീകരമായി നിലകൊണ്ടത്. ഇപ്പോഴും അണയാത്ത പകയുടെ തീക്കനലുകൾ ചാരം മൂടിക്കിടക്കുന്ന മണിപ്പൂരിൽ ഏത് സമയത്തും കലാപത്തിൻ്റെ തീ ആളിക്കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കലാപങ്ങളൊക്കെ ഏറെക്കുറെ ഒതുങ്ങിയെന്ന് തോന്നിയ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ബീരൻ സിംഗിനെ നിർബന്ധിതമായി രാജിവെപ്പിച്ചിട്ട് രാഷ്ട്രപതി ഭരണത്തിലേക്ക് മണിപ്പൂരിനെ കേന്ദ്ര സർക്കാർ എത്തിച്ചെങ്കിലും അങ്കക്കലിയോടെ പരസ്പരം കൊത്തിക്കീറാൻ അരയും തലയും മുറുക്കി കാത്തിരിക്കുന്ന മെയ്തേയ്, കുക്കി എന്ന പരമ്പരാഗത ഗോത്രവിഭാഗങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും ചോരക്കളികളായി മാറിയേക്കാം. 2023 മെയ് 3 വലിയ കലാപമായി പൊട്ടിപ്പുറപ്പെട്ട അക്രമ പരമ്പരകളിൽ പള്ളികളും വീടുകളുമടക്കം 5000-ലധികം തീവെപ്പ് കേസുകളും 150-നടുത്ത് കൊലപാതകങ്ങളും നടമാടിയ ഈ വർഗീയ പെരുങ്കലിയാട്ടത്തിൽ ജീവനും കൊണ്ട് ഓടിപ്പാഞ്ഞ് രക്ഷപ്പെട്ടത് 40,000-ഓളം പേരായിരുന്നു. അതിക്രൂരമായ കൂട്ടബലാത്സംഗത്തിന് ഇരയായതാകട്ടെ ദൗർഭാഗ്യവതികളായ നിരവധി പെൺകുട്ടികളും. രാജ്യത്തിനകത്തും പുറത്തും ഗൗരവമായി ചർച്ചകൾക്ക് വിധേയമായ മണിപ്പൂരിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് ആരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഈ കലാപം ആസൂത്രിതമായി നടപ്പിലാക്കിയതാണെന്നുള്ള വിവരങ്ങളാണ്. മണിപ്പൂർ കലാപത്തെക്കുറിച്ച് നിഷ്പക്ഷമായി അന്വേഷിക്കേണ്ടതിന് സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് അധ്യക്ഷനായി 2024 സ്ഥാപിച്ച സ്വതന്ത്ര ജനകീയ ട്രൈബ്യൂണൽ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. കലാപം ആകസ്മികമായിരുന്നില്ലെന്നും മറിച്ച് ആസൂത്രിതമായി സംഘടിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും നടത്തിയ അക്രമമായിരുന്നുവെന്നും, എന്നാൽ ആ ഘോര പ്രതിസന്ധിയിൽ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുവാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളും സുരക്ഷാ സേനകളും പരാജയപ്പെട്ടെന്നും നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ അക്രമത്തിൻ്റെ ഭാഗഭാക്കുകളാകുകയും ചെയ്യുന്നതാണ് റിപ്പോർട്ടിലെ ഏറ്റവും വലുതും ഗുരുതരവുമായ പരാമർശം. ചില രാഷ്ട്രീയ നേതാക്കന്മാർ അക്രമത്തിന് പ്രേരകമാകുന്ന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചില സാമൂഹ്യ മാധ്യമങ്ങൾ ജാതിമത വേർതിരിവും വർഗീയ വിദ്വേഷങ്ങളും വളർത്തിയെന്നും കലാപത്തിന് ഇരകളായവർക്ക് ചികിത്സ ലഭിക്കാതിരിക്കത്തക്കവണ്ണം ആശുപത്രികളും ക്ലിനിക്കുകളും മനഃപൂർവ്വമായി ആക്രമിച്ചുവെന്നും ജനങ്ങൾക്ക് നീതിനിർവഹണത്തിനുള്ള വിശ്വാസങ്ങൾ നഷ്ടപ്പെടത്തക്ക നിലയിൽ മിക്ക കേസുകളിലും FIR ഇടാൻ പോലും പോലീസ് വിസമ്മതിച്ചെന്നും പരാതികൾ സ്വീകരിച്ചാലും അന്വേഷണം പക്ഷപാതപരമായും വൈകിയും നടപ്പിലാക്കിയെന്നും എല്ലാറ്റിനും അപ്പുറത്ത് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും അക്രമത്തിൽ പങ്കെടുത്തു എന്നുമുള്ള അങ്ങേയറ്റം സംഭ്രമജനകമായ റിപ്പോർട്ടാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സാക്ഷിക്ക് മുകളിൽ ഇപ്പോൾ നെരിപ്പോടായി കത്തിക്കൊണ്ടിരിക്കുന്നത്. മെയ്തികളും കുക്കികളും തമ്മിലുള്ള ശത്രുതയും അവിശ്വാസവും വർദ്ധിപ്പിക്കുന്ന വാർത്തകളും വിദ്വേഷ പ്രചാരണങ്ങളും കലാപത്തെ ആളിക്കത്തിച്ചു. മുൻ മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ രാഷ്ട്രീയ ഭരണപരമായ തീരുമാനങ്ങളാണ് അക്രമം പൊട്ടിപ്പുറപ്പെടാൻ കാരണമെന്ന് സംഘം കൂടി കാഴ്ച നടത്തിയവരിൽ പലരും മൊഴി നൽകി. സ്വതന്ത്ര മനുഷ്യാവകാശ സംഘടനയായ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് സ്ഥാപിച്ച ട്രൈബ്യൂണലിൽ ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ കൂടാതെ ജസ്റ്റിസ് കെ കണ്ണൻ, ജസ്റ്റിസ് അഞ്ജന പ്രകാശ്, മുൻ സർക്കാർ ഉദ്യോഗസ്ഥരായ ദേവസഹായം, സ്വരാജ് ബീർ സിംഗ്, ഉമാ ചക്രവർത്തി, വിർജീനിയസ് സാക്സ്, എഴുത്തുകാരനും പത്രപ്രവർത്തകരുമായ ആകാശ് പട്ടേൽ തുടങ്ങിയവർ അംഗങ്ങളായിരുന്നു. നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചും കലാപക്കെടുതികൾക്ക് ഇരയായവരിൽ നിന്നും നേരിട്ട ലൈംഗിക അതിക്രമങ്ങൾ അടക്കമുള്ള വിവരങ്ങളും അധ്യാപകർ, അഭിഭാഷകർ, മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ, സാമൂഹ്യ പ്രവർത്തകർ, NGO പ്രവർത്തകർ തുടങ്ങിയവരുടെ മൊഴികളും കലാപഭൂമിയിൽ നേരിട്ട് സന്ദർശനം നടത്തി ശേഖരിച്ച ആധികാരിക വിവരങ്ങളുടെയും ഫോട്ടോകൾ, വീഡിയോകൾ, ലിഖിതങ്ങൾ, മെഡിക്കൽ രേഖകൾ എന്നിവയുടെ എല്ലാം അടിസ്ഥാനത്തിൽ തയ്യാറാക്കി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ ട്രൈബ്യൂണൽ പുറത്തുവിട്ട 694 പേജുള്ള റിപ്പോർട്ടിലാണ് മണിപ്പൂർ കലാപത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടിയിരിക്കുന്നത്.